അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം നമുക്ക് വായിക്കാം. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം കേട്ടത്. വളരെ സന്തോഷത്തോടെ അപ്പോൾ തന്നെ സഹോദരനായ ഏശാവിനോടുള്ള ഭയത്താൽ യാക്കോബ് യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ് നാം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്നും കേട്ടത്. യാക്കോബിൻ്റെ സ്വഭവനത്തിലേക്കുള്ള യാത്രാമധ്യേ ഏശാവിനെ ആശ്വസിപ്പിക്കുവാനും അവൻ്റെ കോപം തണുപ്പിക്കുവാനുമായി ദൂതന്മാരെ അയച്ചിട്ടും 400 ആളുകളുമായി ഏശാവ് യാക്കോബിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന വാർത്ത അവനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത്. ഈ സമയത്ത് അവൻ ബേഥേലിലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഓർത്തു. താൻ ക്ഷീണിച്ചിരുന്ന സമയത്ത്, ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും ഇല്ലാതിരുന്ന സമയത്ത് ദൈവം തനിക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. അതിപ്രകാരമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഇതായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇപ്പോഴിതാ യാക്കോബ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, ഒന്നുമില്ലായിരുന്ന എന്നെ നീ 2 കൂട്ടമാക്കി വർദ്ധിപ്പിച്ചു. ഭാര്യമാരെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, ജീവൻ തന്നു, വസ്ത്രവും സംരക്ഷണവും തന്നു, വലിയ കൂട്ടം ആടുമാടുകളെയും തന്നു. ഇതിനെല്ലാം എങ്ങനെ നന്ദി പറയണമെന്ന് ഞാൻ അറിയുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ സഹോദരനായ ഏശാവ് നിമിത്തം വളരെ ഭയത്തിലാണ്. എന്നെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ. ഇത് മാത്രമാണ് യാക്കോബിൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. യാക്കോബിൻ്റെ ദൂതന്മാർ പറഞ്ഞത് ഏശാവ് 400 ആളുകളുമായി നിന്നെ എതിരേൽക്കുവാൻ വരുന്നു എന്നാണ്. എന്നിട്ടും യാക്കോബ് ഭയപ്പെട്ടു. എന്നാൽ ദൈവം ഏശാവിന് യാക്കോബിനോട് കരുണ തോന്നുമാറാക്കി. ഒരുത്തിൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണങ്ങുമാറാക്കും. ബേഥേലിൽ വെച്ച് യാക്കോബിൻ്റെ ആവശ്യങ്ങൾ നാം കേട്ടതാണ്. ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, സംരക്ഷണം, സകലതും ദൈവം കൊടുത്തു. തൻ്റെ ഭക്തന്മാരുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും ദൈവം സാധിപ്പിച്ചു കൊടുക്കും. ഒരു വടിയോടുകൂടെ മാത്രം യോർദാൻ കടന്നവനായ യാക്കോബ് പറയുകയാണ്, നീ എനിക്ക് 2 കൂട്ടം തന്നുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏതാവശ്യത്തിന്മേലാണ് ഭാരപ്പെടുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഒരു കാര്യം നാം ഉറപ്പുവരുത്തണം, നാം അവൻ്റെ വചനം വായിച്ച് അത് അനുസരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യവനക്കാരൻ ഒരു ജോലി അന്വേഷിച്ച് കഷ്ടപ്പെട്ടു. അവനൊരു കയ്യ് ഇല്ലായിരുന്നതിനാൽ ആരും അവന് ജോലി കൊടുത്തില്ല. അനേകം സ്ഥലങ്ങളിൽ അവൻ അലഞ്ഞു, ഒരു രക്ഷയുമില്ലായിരുന്നു. ഒടുവിൽ അവൻ തൻ്റെ അന്വേഷണം നിർത്തി ദൈവത്തോട് ഇപ്രകാരം ഒരു പ്രാർത്ഥന കഴിച്ചു. പ്രിയ പിതാവേ, എനിക്കൊരു കൈയില്ല എന്ന് നിനക്കറിയാം. ഒരു പുതിയ കയ്യ് എനിക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഉപജീവനത്തിനൊരു ജോലി എനിക്കില്ല. ഞാൻ വളരെ അന്വേഷിച്ചിട്ടും ആരും ഒരു ജോലി എനിക്ക് തരുന്നില്ല. അതുകൊണ്ട് അങ്ങ് എനിക്കൊരു ജോലി മേടിച്ച് തരയണം എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എനിക്കൊരു ജോലി മേടിച്ച് തന്നാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ തോളിൽ കിടന്ന തുണി കൈയില്ലാത്ത സ്ഥലത്തേക്ക് നീക്കിയിട്ടു. താൻ വീണ്ടും അവിടെ നിന്നും നടക്കുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഒരു പക്ഷി അവൻ്റെ അടുക്കൽ വന്നിരുന്നത്. താൻ ആ പക്ഷിയുടെ സമീപത്തേക്ക് നടന്നെടുത്തപ്പോൾ അത് പറന്ന് മറ്റൊരിടത്ത് ഇരുന്നു. വീണ്ടും വീണ്ടും പറന്നൊടുവിൽ ഒരു വലിയ പുസ്തകക്കടയുടെ മുമ്പിൽ ചെന്നിരുന്നു. വലിയ ഒരു കടയാണത്. താൻ നോക്കിയപ്പോൾ അവിടെ ഒരു ജോലി ചോദിക്കാമെന്ന് ചിന്തിച്ചു. ആത്മവിശ്വാസത്തോടെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തന്നാൽ മറ്റാരെക്കാളും ഉത്സാഹത്തോടെ ഞാൻ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. ഇവന് ഉത്സാഹം കണ്ടപ്പോൾ ആ സ്ഥാപന ഉടമ അവന് അവിടെ ഒരു ജോലി കൊടുത്തു. ജോലിക്ക് കയറിയ സമയം മുതൽ അവൻ ആത്മാർത്ഥമായി ജോലി ചെയ്തു. പുസ്തകങ്ങൾക്ക് വരുന്നവരോട് കൃത്യമായി ഇടപെട്ടു. പുസ്തകങ്ങളുടെ പേരുകൾ പഠിച്ചു തുടങ്ങി. ഒരിക്കൽ പോലും വെറുതെ സമയം ചിലവഴിക്കുകയില്ല. കച്ചവടമില്ലാത്ത സമയത്ത് പുസ്തകങ്ങൾ തുടച്ചു വയ്ക്കുവാനും അടുക്കി വയ്ക്കുവാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ കച്ചവടം ഇരട്ടിയിൽ അധികമായി വർദ്ധിച്ചു. സ്ഥാപന ഉടമയുടെ മറ്റൊരു സ്ഥാപനത്തിൽ അവനെ മാനേജരാക്കി ഉയർത്തി. എന്നാൽ മറ്റൊരാളെ നീക്കിക്കൊണ്ടായിരുന്നു അവന്
പ്രൊമോഷൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവൻ ആ പ്രൊമോഷൻ നിരസിച്ചു. അപ്പോൾ ഉടമസ്ഥൻ്റെ നിർമ്മാണ കമ്പനിയിൽ അവനെ ചുമതലയേൽപ്പിച്ചു. തന്നെ എവിടെയാക്കിയോ അവിടെയെല്ലാം ദൈവത്തോടൊപ്പം ദൈവഭയത്തോടെ തന്നെ വിശ്വസ്തയോടെ തൻ്റെ ജോലി ചെയ്യുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. ഇതിന് കൂടെ തന്നെ അവൻ മറ്റൊരു കാര്യം ചെയ്തു. പഴയ സാധനങ്ങളെല്ലാം റിപ്പയർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം അവൻ ഉണ്ടാക്കി. പഴയ ടെലിഫോൺ, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട ആ മ്യൂസിയത്തിലില്ലാത്ത പഴയ സാധനങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. അനേകർ ആ മ്യൂസിയം കാണുവാൻ വന്നു. മ്യൂസിയം കണ്ട് മടങ്ങുന്നവർക്ക് വായിക്കുവാൻ തക്ക വലിപ്പത്തിൽ മ്യൂസിയത്തിൻ്റെ മുൻപിൽ തന്നെ ഒരു ബോർഡ് വെച്ചിരുന്നു. പഴയതും തകർന്നതുമായ വസ്തുക്കളെ മനുഷ്യന് ശരിയാക്കുവാൻ കഴിയുന്നതുപോലെ തകർന്ന മനുഷ്യരെ വീണ്ടും പണിയുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ആ മ്യൂസിയമാണ് ബ്രാഡി സി ജെഫ്കോട്ട് മ്യൂസിയം ഓഫ് അമേരിക്ക. ഈ മ്യൂസിയം സ്ഥാപിച്ച വ്യക്തിയാണ് ബ്രാഡി സി ജെഫ്കോട്ട് എന്ന വ്യക്തി. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചിന്താകുലത്തിൽ യാക്കോബിനെ പോലെ ഭയപ്പെടുകയാണോ? കർത്താവിന് നമ്മോടൊന്നേ പറയാനുള്ളൂ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഒരു ജോലി ലഭിക്കാതെ കഷ്ടപ്പെടുകയാണോ? ഒരു കൈയില്ലാതിരുന്നിട്ടും ദൈവത്താൽ ശക്തനായി തീർന്ന ബ്രാഡി സി ജെഫ്കോട്ടിൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. യേശുവിന് വേണ്ടി ഇനിയുള്ള നാളുകൾ ജീവിച്ചു കൊള്ളാമെന്ന് ബ്രാഡി സി ജെഫ്കോട്ടിനെ പോലെ ഒരു തീരുമാനമെടുക്കാമോ? പ്രവർത്തിക്കുന്നവനായ ദൈവത്തെ നേരിൽ കാണുവാൻ യാക്കോബിന് കഴിഞ്ഞതുപോലെ നമുക്കും കഴിയുമാറാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജ്യോതിഷികളെപ്പോലെ തിളങ്ങാം, നിത്യജീവന് നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് നല്ല ജോലി നൽകി കൊടുത്ത് സഹായിക്കണമേ. പഠിക്കുവാൻ ബുദ്ധിയില്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ അങ്ങ് തുറക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.